17ാമത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനായുള്ള വോട്ടിംഗ് തുടങ്ങി. NDAയ്ക്ക് വേണ്ടി CP രാധാകൃഷ്ണനും ഇന്ത്യ സഖ്യത്തിന് വേണ്ടി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്തുള്ളത്. പ്രധാനമന്ത്രി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. അർജുൻ പീതാംബരൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. അർജുൻ, ഇന്ന് രാത്രിയോടുകൂടി ഫലപ്രഖ്യാപനം അല്ലേ? തീർച്ചയായിട്ടും മാധു, ഇന്ന് രാത്രി 7:30-8 മണിയോടുകൂടി തന്നെ പുതിയ ഉപരാഷ്ട്രപതി ആരാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 5 മണി വരെയാണ് വോട്ടെടുപ്പുള്ളത്. 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. അതായത് ഏകദേശം 7:30യോടുകൂടി തന്നെ നമുക്ക് ഒരു ഉത്തരം ലഭിക്കും. ആരാണ്, CP രാധാകൃഷ്ണനാണോ അതല്ല സുദർശൻ റെഡ്ഡിയാണോ അടുത്ത ഉപരാഷ്ട്രപതി എന്നുള്ള കാര്യത്തിൽ. ഇപ്പോൾ ആകെ വോട്ടുകൾ അതിൽ ഒഴിവുള്ളവയും അതുപോലെ തന്നെ ശിരോമണി അകാലിദൾ ഒപ്പം BJD BRS ഈ പാർട്ടികളൊന്നും തന്നെ വോട്ട് ചെയ്യുന്നില്ല, വിട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഒപ്പം പഞ്ചാബിൽ നിന്നുള്ള 2 സ്വതന്ത്ര അംഗങ്ങളും സ്വതന്ത്ര MP-മാരും വോട്ട് ചെയ്യില്ല എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആകെ 767 വോട്ടുകളാണ് പോൾ ചെയ്യാനുള്ളത്. അതിൽ 391 വോട്ടുകൾ നേടുന്ന വ്യക്തി പുതിയ ഉപരാഷ്ട്രപതിയാവും. എന്തായാലും നിലവിലെ കണക്കുകൾ വെച്ച് NDAയ്ക്ക് അടുത്ത സ്ഥാനാർത്ഥി, അതായത് NDAയുടെ സ്ഥാനാർത്ഥി തന്നെ വിജയിച്ച് കയറാനുള്ള എല്ലാ സാധ്യതയുമാണ്, എല്ലാ സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പക്ഷേ പ്രതിപക്ഷത്തും ഇന്ത്യ സഖ്യം വലിയ രീതിയിലുള്ള ഒരു ഒത്തിണക്കം, അതായത് ഒരുമിച്ച് എല്ലാവരെയും, എല്ലാ നേതാക്കളെയും എല്ലാ അംഗങ്ങളെയും അണിനിരത്തി വോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി, അതായത് ക്രോസ് വോട്ടിംഗ് ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ അത് ഇന്ത്യ സഖ്യവും ജാഗ്രത പുലർത്തുന്നുണ്ട്. ഒപ്പം തന്നെ NDAയും ജാഗ്രത പുലർത്തുന്നുണ്ട്. NDAയെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോരോ മന്ത്രിമാർക്കായി ചുമതല നൽകിയിരിക്കുകയാണ് അംഗങ്ങളുടെ വോട്ട് ഉറപ്പുവരുത്താനായിട്ട്. രാവിലെ മുതൽ തന്നെ നമ്മൾ കാണുന്നതാണ്, എല്ലാ മന്ത്രിമാരെയും വീട്ടിലേക്ക് അംഗങ്ങൾ വരുന്നു. അവർ പിന്നീട് ഒരുമിച്ചാണ് പാർലമെന്റിലേക്ക് വരുന്നതും വോട്ട് രേഖപ്പെടുത്തുന്നത്. അങ്ങനെ ഒരു തരത്തിലും ക്രോസ് വോട്ടിംഗ് നടക്കാതിരിക്കാൻ വേണ്ടിയില്ല, ക്രോസ് വോട്ടിങ്ങിന് ഇട നൽകാതെയുള്ള പോളിംഗ് തന്നെയാണ് എന്തായാലും നിലവിൽ. അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് NDAയും ഇന്ത്യ മുന്നണിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും 390-ലധികം വോട്ട് നേടുന്ന സ്ഥാനാർത്ഥി വിജയിച്ച് കയറി വരിക തന്നെ ചെയ്യും. അത് എപ്പോഴാണെന്ന് അറിയാൻ നമുക്ക് കുറച്ച് മണിക്കൂറുകൾ മാത്രം കാത്തിരുന്നാൽ മതി. എന്തായാലും പഞ്ചാബിലെ സംബന്ധിച്ച് അവിടുത്തെ ഈ പ്രളയവും ആ പ്രളയത്തിൽ കേന്ദ്രവും സംസ്ഥാന സർക്കാരും നടത്തിയ ഇടപെടലുകളിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ശിരോമണി അകാലിദളിന് പുറമേ 2 സ്വതന്ത്ര MP-മാർ കൂടി വോട്ട് ചെയ്യില്ല, വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുന്നു എന്നുള്ള കാര്യം കൂടി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും 767 വോട്ടുകളാണ് പോൾ ചെയ്യാനുള്ളത്. അതിൽ കംഫർട്ടബിൾ മാർജിൻ, അതായത് ഈ 390-ലധികം വോട്ട് നേടുന്നയാൾ വിജയിച്ച് വരിക തന്നെ ചെയ്യും. നിലവിലത്തെ അവസ്ഥ വെച്ച് NDAയ്ക്ക് സുഗമമായി തന്നെ അവരുടെ സ്ഥാനാർത്ഥി വിജയിച്ച് കയറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലവിലുള്ളത്.